പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളൊരമ്മയുടെ ആഴമായിട്ടുള്ളൊരു നിലവിളിയാണ് നമ്മൾ കാണുന്നത്. കർത്താവെ, എൻ്റെ ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഈശോയുടെ റിയാക്ഷനും അതിനുശേഷമുള്ള അവളുടെ റിപ്ലൈയും അത് കഴിഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ വരദാനങ്ങളൊക്കെ നമ്മൾ കാണും. പക്ഷേ ഈ ഒരു പ്രാർത്ഥനയിലൊന്ന് സ്റ്റക്കായി നിൽക്കണം. ഈ ഒരു കാലത്ത് കർത്താവ്, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. തെറ്റിപ്പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരിക്കണോണ്ടാണ് നമ്മൾ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെറ്റിപ്പോക്കുകൾ. മൊബൈൽ ഫോണ്, വെള്ളമടി, കഞ്ചാവ്, പറഞ്ഞാൽ തീരാത്തത്ര തിന്മകളിലേക്ക് കുറച്ചധികം കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. പിശാചിങ്ങനെ പിടിമുറുക്കുന്നത് ഈ കുഞ്ഞുങ്ങളിലേക്കാണ്. കവിയൊക്കെ എഴുതുന്നത് പോലെ ഇങ്ങനെ എപ്പോഴാണ് പിശാച് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് തൻ്റെ കിളിവാതിലുകൾ തുറന്നത്? മാലാഖമാരുടെ മനസ്സുള്ള ഈ കുഞ്ഞുങ്ങളിലേക്ക് എപ്പോഴാണ് നരകം തൻ്റെ കിളിവാതിലുകൾ തുറന്നത്? നമ്മളിന്ന് ഒന്ന് വല്ലാത്ത ഹൃദയഭാരത്തോടുകൂടെ നമ്മളും ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെങ്ങനെയാണ് ഇവരുടെ ഉള്ളിൽ വന്ന് പെട്ടേ? എങ്ങനെ ഇവർ പഠിച്ചേ? പണ്ട് നമ്മളിങ്ങനെ മോശം വാക്കുകളൊക്കെ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ അമ്മമാരിങ്ങനെ ചുണ്ടത്ത് തട്ടുമായിരുന്നു. എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിച്ചിട്ട് പഠിപ്പിച്ച ആരിൽ നിന്ന് പഠിച്ചു അയാളെ ചെന്ന് വഴക്ക് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പിടുത്തവും കിട്ടണില്ല എവിടെ നിന്നാണ് വരണേന്ന്. ചീത്ത വാക്കുകൾ മാത്രമല്ല, ലൈഫ് കൈവിട്ടു പോകുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കണേ. കർത്താവേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. മക്കളെ ഒന്ന് സമർപ്പിക്കുക. രാത്രിയിൽ അതെത്ര പ്രായമുള്ള മക്കളാണെങ്കിലും അവരെ ഓരോരുത്തരെയും സമർപ്പിക്കുക. കർത്താവെ, പിശാച് പിടിമുറുക്കിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെ വിടുവിക്കാൻ മനസ്സാകണമേ എന്ന് കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് അവൻ സുഖപ്പെടുത്താൻ പറ്റിയില്ല എൻ്റെ കൊച്ചിനെ, നീ സുഖപ്പെടുത്തണമേ. കർത്താവ് ഉടനെ ഇടപെടുന്നതൊക്കെ നമ്മൾ കാണും. കർത്താവെ, ഞങ്ങളുടെ മക്കളെ കാത്തോളണേ എന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ രാത്രിയാക്കി ഇതിനെ മാറ്റുക. കാരണം അവർക്ക് ആവശ്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുണ്ട്. അറിവില്ലായ്മ കൊണ്ട് തെറ്റിപ്പോകുന്ന ആരൊക്കെയോ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരുക്കിയ ചതിക്കുഴികളിലേക്ക് ചെന്നുപെട്ടിരിക്കുന്ന മക്കളെയൊക്കെ ഒന്ന് തിരികെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കുറച്ചധികം ഇങ്ങനെ ഓവർ ആക്റ്റീവായിരിക്കുന്നൊരു ഒരു പെൺകൊച്ചിനെ നമ്മൾ മനഃപൂർവ്വം പിടിച്ചു നിർത്തിയതാണ്. നീ ഇവിടെ നിൽക്കൊന്ന് സംസാരിക്കാനുണ്ട്. അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. ഒരു 2-3 മിനിറ്റോ സംസാരത്തിനുള്ളിൽ അവൾ കരഞ്ഞു തുടങ്ങി. പിന്നെ പറഞ്ഞത് മുഴുവൻ നമുക്കിങ്ങനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ചിലയിടങ്ങളിൽ പോവാതിരിക്കാൻ പറ്റണില്ല. ലൈഫ് തകർത്ത് കളയുന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. ചില പിള്ളേരിലോട്ടിങ്ങനെ ക്യാരിയറായിട്ട് നിന്നുകൊണ്ടിരിക്കുക. തിരിച്ചെടുക്കണ്ടേ നമുക്ക്? ഒരൊറ്റ വചനം കാണിച്ചുള്ളൂ. നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആരെയും പേടിക്കാതെ മോളെ. എത്ര കാലം സ്വന്തം ലൈഫിനോടിങ്ങനെ നുണ പറഞ്ഞ് സ്വയം വഞ്ചിച്ച് ആരുടെയൊക്കെയോ ജീവിതങ്ങൾ തകർത്ത്, കൂട്ടുകാരാണെന്നല്ലേ പറയണേ, അവരുടെയൊക്കെ ജീവിതങ്ങൾ തകർത്ത് കുറേ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കി ജീവിക്കുന്നതിൽ നല്ലത് നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യുന്നതല്ലേ. കുറച്ചൊക്കെ ഒരു തെളിച്ചം കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് വേണേലും ചെയ്തോ, പക്ഷേ ഇനി ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ലൈഫിനിങ്ങനെ ഞെരുക്കുന്ന വിധത്തിലാണ്. പക്ഷേ അവൾ തിരിച്ചു പോവില്ല. അത്രയ്ക്ക് അവരിങ്ങനെ പിൻവാങ്ങിയിട്ടുണ്ട്. തിന്മകളുടെ ശക്തികൾ ഇങ്ങനെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ബലം കൊടുക്കണേ തമ്പുരാനെ എന്നുള്ളതാണ് പ്രാർത്ഥന. കർത്താവെ, ഞങ്ങളുടെ മക്കളെ പിശാച് ക്രൂരമായിട്ട് ബാധിച്ചിരിക്കുന്നു. ഒന്ന്
ഒന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മൈൻഡ് ചെയ്യണില്ല എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഇസ്രായേൽ ദേശത്തെ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് അയക്കപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആള് പോകുന്നില്ല. എൻ്റെ കൊച്ചിൻ്റെ കാര്യമാണ്, എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. കർത്താവ് നീ എന്ത് പറഞ്ഞാലും നിൻ്റെ അടുത്ത് നിന്ന് മാത്രമാണ് രക്ഷയെന്ന് എനിക്കറിയാം. ഇവരെ വേറെ ഒരു വഴിക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നും അറിയാം. അതുകൊണ്ട് തന്നെ നിന്നെ വിട്ട് പോവില്ല. നീ എന്നെ എന്ത് വേണേലും പറഞ്ഞോ, കർത്താവെ നീ രക്ഷിച്ചേ പറ്റുള്ളൂ. എൻ്റെ കൊച്ചിൻ്റെ കാര്യമാണ്. ആഗ്രഹത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുക. രാത്രിയിൽ ഇങ്ങനെ തെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങളെ, മോഷണം ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പയ്യൻ വീട്ടിൽ നിന്ന് കാണാതെ പോകുന്നത് നിസ്സാര തുകകളൊന്നുമല്ല. അവസാനം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയ്ക്കെതിരായിട്ട് അവൻ എന്തൊക്കെയാ പറയണേ, എന്തൊക്കെയാ ചെയ്യണേ. നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു കുടുംബത്തിൻ്റെ കൂടെ ഇരുന്നിട്ട്. വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോഴും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും രാത്രി കിടക്കുന്നതിന് മുൻപും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഈ വല്ലാത്തൊരു ശീലം വിട്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ പറ്റുള്ളൂ, കർത്താവിന് പറ്റും. അതുകൊണ്ട് അവൻ്റെ മുന്നിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. നമ്മുടെ മക്കളെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പിശാചിൻ്റെ ക്ലച്ചിൽ നിന്നൊന്ന് അവർ വിടുവിക്കാൻ വേണ്ടിയിട്ട്, നരകത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ മക്കളുടെ മുൻപിൽ വന്നിങ്ങനെ തകർന്നു വീഴാനായിട്ട് പ്രാർത്ഥിക്കുക. പിശാചെ, എൻ്റെ മകളെ ക്രൂരമായിട്ട് ബാധിച്ചിരിക്കുന്ന കർത്താവെ കനിവുണ്ടാകണേ. മുട്ടിന്മേൽ നിൽക്കാം. മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം. കർത്താവെ, ആശീർവാദം അങ്ങയുടെ ഈ ആശീർവാദത്തിൻ്റെ വലിയ വെളിച്ചം നരകത്തിൻ്റെ ഇരുൾ വീണ് തുടങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ഓരോ ജീവിതാവസ്ഥകളിലേക്കും കടന്നു ചെല്ലട്ടെ എന്ന വലിയ അപേക്ഷയോടുകൂടി ആശീർവാദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പറഞ്ഞല്ലോ, ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ആ മക്കളെ എല്ലാവരെയും ഈ സമയം സമർപ്പിക്കുക. മക്കളായിട്ട് കരുതുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുക. എന്നിട്ട് പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടട്ടെ എന്ന്, ഈ ഇരുൾ നിറഞ്ഞ രാത്രിയെ അവർ അതിജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,